നെപ്പോ 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 എവിടെ തിരിഞ്ഞാലും നെപ്പോ കിഡ്സ്. ഏത് ഫിലിം ഇൻഡസ്ട്രിയിൽ നോക്കിയാലും നെപ്പോട്ടിസം. ഐ ഹേറ്റ് നെപ്പോട്ടിസം ബട്ട് നെപ്പോ കിഡ്സ് ലൈക്സ് മീ. യെസ്, തെലുങ്കും ഹിന്ദിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെപ്പോട്ടിസം ഉള്ളത് മലയാള സിനിമയിലാണ്. അത് ആക്ടർ സൈഡ് നോക്കിയാലും ഡയറക്ഷൻ സൈഡ് നോക്കിയാലും സ്ക്രീൻ പ്ലേ സൈഡ് നോക്കിയാലും മലയാളം ഇൻഡസ്ട്രിയിൽ നെപ്പോട്ടിസം നല്ലപോലെ വിസിബിൾ ആണ്. ഇന്ന് മലയാളത്തിലെ പ്രമുഖ നെപ്പോ കിഡ്സിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. മലയാളത്തിലെ ബിഗ്ഗമായ മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സിനിമയിലേക്ക് വന്നത് വാപ്പച്ചിയുടെ ഈ ലെഗസി കാരണമായിരുന്നു. പക്ഷേ മലയാള സിനിമയിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പൻ പണ്ട് ആനപ്പുറത്ത് ഇരുന്ന് എന്ന് കരുതിയിട്ട് മകന്റെ മേത്ത് തഴമ്പുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അപ്പൻ പ്രമുഖനായതുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ നീണാൽ വാഴാൻ സാധിക്കില്ല. അതിന് മറ്റൊരു എലമെന്റ് കൂടെ വേണം, അതാണ് കഴിവ്. കഴിവുണ്ടെങ്കിൽ മാത്രമാണ് മലയാള സിനിമയിൽ നിലനിന്ന് പോകാനായിട്ട് സാധിക്കൂ. ഇത്ര വലിയ ആളുടെ മകനാണെങ്കിലും കഴിവില്ലെങ്കിൽ ഇവിടെ ഒരുത്തനും തിരിഞ്ഞു നോക്കത്തില്ല. സോ ഏകദേശം 13 കൊല്ലമായിട്ട് ഇന്ത്യൻ സിനിമയിലെ നിറ സാന്നിധ്യമാണ് ദുൽഖർ സൽമാൻ. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് ഏകദേശം 40ഓളം സിനിമയിൽ അഭിനയിച്ച് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് DQ. ആദ്യ സിനിമയായിരുന്ന സെക്കൻഡ് ഷോ മുതൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ആളുടെ കരിയറിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഷോയിലെ ലാലു എന്ന ക്യാരക്ടർ തന്നെ ഒരു സ്റ്റാറിന് വേണ്ട പോലെ ആക്ഷൻ സീൻസും മാസ് സീൻസും റൊമാൻസും ഡയലോഗ്സും ഒക്കെ ആയിട്ട് പക്ക പാക്ഡ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ ആയിരുന്നു. അത് പുള്ളിക്ക് പിന്നീടുള്ള സിനിമകളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീട് ഉസ്താദ് ഹോട്ടൽ വന്നു. ആ സമയം നിവിൻ പോളിയുടെ തട്ടത്തി മറയത്തിനോട് ക്ലാഷ് വെച്ചിട്ട് ഉസ്താദ് ഹോട്ടൽ ബോക്സ് ഓഫീസിൽ ഹിറ്റായിട്ട് മാറി. ശരിക്കും എനിക്ക് DQന്റെ എത്ര കണ്ടാലും മതി വരാത്ത സിനിമയാണ് ഉസ്താദ് ഹോട്ടൽ. തിലകനും ദുൽഖറൊക്കെ ജീവിച്ച് അഭിനയിച്ച മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പടം. അതിൽ DQന്റെ ഹെയർ സ്റ്റൈലും ലുക്സും എല്ലാം ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. DQന്റെ ഫോട്ടോ ഫോണിന്റെ വാൾപേപ്പർ ആക്കിയിട്ടുള്ളവര് ഉറപ്പായിട്ടും ഉസ്താദ് ഹോട്ടലിലെ ദി പിക്ക് പഴയ നോക്കിയ ഫോണിൽ വാൾപേപ്പർ ആക്കിയിട്ടുണ്ടാവും. പിന്നീട് തീവ്രം, ABCD എന്നീ സിനിമകൾ വന്നു. തീവ്രത്തിൽ കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉള്ള മാൻലി ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. കൂടാതെ DQ ജോണർ ഷിഫ്റ്റ് ചെയ്ത സിനിമ കൂടിയായിരുന്നു തീവ്രം. സിനിമ അത്ര ഹിറ്റ് ആയില്ലെങ്കിലും പടം അണ്ടർ റേറ്റഡ് ആണ്. ABCD ആണെങ്കിൽ കംപ്ലീറ്റ് ജോൺസൺ കോര മൂവി ആയിരുന്നു. പക്ക എന്റർടൈനർ. സത്യം പറഞ്ഞാൽ ഈ സമയം കൊണ്ട് തന്നെ DQ അത്യാവശ്യം യൂത്ത് ഫാൻ ബേസ് പിടിച്ചടക്കിയിരുന്നു. പിന്നീട് നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി വന്നപ്പോൾ ബുള്ളറ്റും റോഡ് ട്രിപ്പും എല്ലാം ട്രെൻഡായിട്ട് മാറി. കേരളത്തിൽ ബുള്ളറ്റിന്റെ റോഡ് ട്രിപ്പിന്റെ ഒക്കെ ട്രെൻഡിന്റെ കാലമായിരുന്നു അത്. യൂത്തന്മാര് ശരിക്കും ഏറ്റെടുത്ത സിനിമ. പാട്ടുകളാണെങ്കിൽ ഒന്നിനൊന്ന് മെച്ചം. താഴ്വാരം പാട്ട് ഇടയ്ക്ക് കേട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. അത്ര ബ്യൂട്ടിഫുൾ സോങ് ആണ് അത്. അതിലെ സണ്ണിവേനെ പോലുള്ള ഒരു കൂട്ടുകാരനെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുണ്ട് ഗോപു. പിന്നീട് പട്ടം പോലെ, സംസാര ആരോഗ്യത്തിന് ഹാനികരം, സലാല മൊബൈൽസ്, ഈ പടങ്ങളെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാംഗ്ലൂർ ഡേയ്സ് വരുന്നത്. അതിൽ അർജുൻ എന്ന ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകത്തില്ല. ദുൽഖർ ഈ സമയം കൊണ്ട് അത്യാവശ്യം നല്ല പോലെ ഒരു ക്രൗഡ് പുള്ളറായിട്ട് മാറിയിരുന്നു. ബിക്കോസ് ദുൽഖർ ഉള്ളതുകൊണ്ട് ആ സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് വിക്രമാദിത്യൻ, 100 Days of Love, OK കൺമണി എല്ലാം ചെയ്തു. ഇതുവരെയുള്ള ദുൽഖറിന്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ദുൽഖറിന്റെ സേഫ് സോൺ ക്യാരക്ടേഴ്സ് ആയിരുന്നു എല്ലാം. പക്ഷേ ഇതിനിടയിൽ ഞാൻ എന്ന സിനിമ DQ ചെയ്തിട്ട് ആ സേഫ് സോണിൽ നിന്നൊന്ന് വിട്ടുപിടിച്ചിരുന്നു. പക്ഷേ ആ സിനിമ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ക ഒരു അവാർഡ് പടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ യൂത്ത് ക്രൗഡ് പുള്ളർ അല്ലെങ്കിൽ യൂത്ത് സ്റ്റാർ ആയിരുന്ന DQന്റെ ഫാൻസ് ആ പടം അത്ര പ്രിഫർ ചെയ്തിരുന്നില്ല. ഇതിനിടയിൽ അഭിനയം മാത്രമല്ലാതെ ഗായകനായിട്ടും ദുൽഖർ തന്റെ കഴിവ് തെളിയിച്ചു പോന്നു. പിന്നീട് ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ക്യാരക്ടർ വന്നു, ചാർലി. അതിന് ചെക്കൻ സ്റ്റേറ്റ് അവാർഡും തൂക്കി. ഫസ്റ്റ് ഡേ കളക്ഷനിൽ ഒരു ദുൽഖർ സിനിമ എത്തിയത് ചാർലിയിലൂടെ ആയിരുന്നു. ഒരു ആക്ഷൻ പടം അല്ലായിരുന്നിട്ട് കൂടെ ആ പടം കയറി അങ്ങോട്ട് കൊളുത്തി. ആ സിനിമയുടെ ഹൈപ്പിന് DQന്റെ ബിയർഡ് ലുക്ക് വലിയൊരു ഫാക്ടർ ആയിരുന്നു. കോസ്റ്റ്യൂംസ്, സ്റ്റൈല്, വാക്ക്, ബിയർഡ്, ഇതെല്ലാം സിനിമയുടെ ഹൈപ്പ് കൂട്ടി. പിന്നീട് കുറച്ച് പടങ്ങൾ വന്നതിന് ശേഷം DQന്റെ ഒരു കിഡിലും ഗസ്റ്റ് റോൾ വന്ന സിനിമയായിരുന്നു പറവ. ഇപ്പോഴും പറവയിലെ ഇമ്രാൻ എന്ന ക്യാരക്ടർ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഇമ്രാൻ ക്യാരക്ടറിൽ വേറൊരാളിനെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഈ ഒരു സമയത്ത് ഫാൻസ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് ദുൽഖറിന്റെ ഒരു മാസ് പടം അല്ലെങ്കിൽ ഒരു ആക്ഷൻ മൂവി ആയിരുന്നു. അപ്പോഴാണ് കലി വരുന്നത്. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു മാസ് മൂവി ആയിരിക്കും എന്ന് കരുതിയെങ്കിലും പ്രതീക്ഷ പോലെ അതൊരു ആക്ഷൻ പടമായിരുന്നില്ല. പക്ഷെ പടം ഹിറ്റായി. പിന്നീട് കമ്മട്ടി പടത്തിലൂടെ DQ ഒരു ആക്ഷൻ പടം തന്ന് ഫാൻസിന്റെ വെയിറ്റിംഗ് അവസാനിപ്പിച്ചു. പക്ഷെ അതിലൊരു ദുൽഖർ ഷോ ആയിരുന്നില്ല. ദുൽഖറിനേക്കാൾ വിനായകനും ബാലൻ ചേട്ടനും പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടി. പിന്നീട് ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമ വന്നു. അതിലെ ദുൽഖറിന്റെ ഗസ്റ്റ് റോൾ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. അതായത് ആ സമയം ദുൽഖർ ഉണ്ടെന്ന് കേട്ടാലേ യൂത്ത് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുമായിരുന്നു. പക്ഷെ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു പക്ക മാസ് പടം കൊടുക്കാനായിട്ട് ദുൽഖറിന് അപ്പോഴും കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ജോമോന് സുവിശേഷം, CIA എന്ന സിനിമകൾ വന്നു. CIAക്കൊക്കെ ഒടുക്കത്തെ ഹൈപ്പായിരുന്നു. ദുൽഖറിന്റെ കൂടെ പിന്നെ അമൽ നീരതായിരുന്നല്ലോ. ഹൈപ്പൊക്കെ സാധാരണ കാര്യം. പക്ഷെ ആ 2 സിനിമകളും വീണ്ടും ദുൽഖറിന്റെ സേഫ് സോൺ മൂവീസ് തന്നെയായിരുന്നു. അതിനുശേഷം പുള്ളിയുടെ കരിയറിലെ മറ്റൊരു അണ്ടർ റേറ്റഡ് മൂവി ആയിട്ടുള്ള സോളോ വന്നു. ഇതിലെ ത്രിലോകിന്റെയും ശിവയുടെയും കഥയും ക്യാരക്ടറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ശിവ എന്ന ക്യാരക്ടർ പോലെയുള്ള ഒരു പക്ക ബ്രൂട്ടൽ ആൻഡ് മാൻലി ആയിട്ടുള്ള ഒരു പടമാണ് ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നീട് പുള്ളി ചെറുതായിട്ട്
ആയിട്ട് ഹിന്ദിയിലേക്കും തമിഴിലേക്കും ഒക്കെ ആയിട്ട് അങ്ങ് ചേക്കേറി. അതിൽ പല പടങ്ങളും പൊട്ടി, പല പടങ്ങളും നോട്ടബിൾ വർക്ക്സ് ആയിട്ട് മാറി. പേഴ്സണലി കംഫർട്ട് സോൺ പടങ്ങൾ ഡിക്കും മലയാളത്തിന് പുറത്തു പോയി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. വേറെ ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ പക്ക ആക്ഷൻ അല്ലെങ്കിൽ ലക്കി ഭാസ്കർ ഒക്കെ പോലെ ഒരു ത്രില്ലർ മൂവി ചെയ്യുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഇപ്പോഴാണെങ്കിൽ കുറുപ്പും സീതാരാമവും ലക്കി ഭാസ്കറും ഒക്കെ ചെയ്ത് ദുൽഖർ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണെങ്കിൽ ലോകയിലെ ഒടിയന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. പോരാതെ RDXന്റെ സംവിധായകൻ നഹാസിന്റെ അയാം ഗെയിമും അത്യാവശ്യം ഹൈപ്പ് കയറാൻ പോകുന്ന സിനിമ തന്നെയാണ്. റിലീസാകാനിരിക്കുന്ന കാന്ത ഒരു അഭിനയ പ്രാധാന്യമുള്ള വേഷവുമായിരിക്കും. ഇതിനിടയിൽ ഡിസാസ്റ്ററായി പോയ കിങ് ഓഫ് കൊത്തയും യമണ്ട പ്രേമകഥയും ഹേ സിനാമികയും സോയ ഫാക്ടറും ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കുന്നു. സോ ഒരു സ്റ്റാർ എന്ന നിലയിൽ മാത്രം സിനിമകൾ ചെയ്യാതെ അഭിനയ പ്രാധാന്യമുള്ള ചുപ്പ്, ഞാൻ, കാന്ത, തീവ്രം, സോളോ പോലുള്ള സിനിമകൾ തിരഞ്ഞെടുത്ത് വാപ്പയെ പോലെ തന്റെ ഉള്ളിലെ നടനം മിനുക്കാനും ഡിക്ക് നോക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ലിമിറ്റേഷൻസ് ഡിക്യുവിനുണ്ട്. ഇമോഷണൽ സീൻസും ഡയലോഗ് ഡെലിവറിയൊക്കെ ഡിക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കാരണം യമണ്ട പ്രേമകഥ പോലുള്ള സിനിമകളിൽ ഡിക്ക് കരയുമ്പോൾ ചിരിയായിരുന്നു വന്നിരുന്നത്. അത് ചിലപ്പോൾ ഡയറക്ടറുടെ പ്രശ്നം കൂടി ഉണ്ടാകാം. ചാർലിയിൽ എക്സെൻട്രിക് ആയ എപ്പോഴും ഒച്ചയും ബഹളവും എല്ലാം ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നിട്ട് കൂടെ ഒട്ടും ഓവറാക്കാതെ ഡിക്ക് അത് ചെയ്തു വെച്ചു. അതുപോലെ ചുപ്പ് എന്ന സിനിമയിൽ വില്ലന്റേതായിട്ടുള്ള ക്രൂവൽ ഇമോഷൻസ് എല്ലാം മികച്ചതായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡിക്ക് ഇനിയും അഭിനയത്തിൽ മെച്ചപ്പെടാനുണ്ട്. ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ പക്കത്ത് വീട്ടിലെ പയ്യൻ റോൾസ് ചെയ്യാനായിട്ട് ദുൽഖർ കുറച്ചുകൂടെ കഷ്ടപ്പെടേണ്ടി വരും. വരന ആവശ്യമുണ്ട് സിനിമയിലെ ആ റോള് അത്യാവശ്യം നാച്ചുറൽ ആയിട്ട് പുള്ളി കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ തുടക്കകാലം മുതൽ ഒരു റിച്ച് ഫ്രീക്കൻ ചെക്കൻ റോൾസ് ചെയ്തു വന്നതുകൊണ്ട് ദുൽഖറിനെ പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവന്ന ഓക്വാർഡായിട്ട് തോന്നാറുണ്ട്. എക്സാമ്പിൾ യമണ്ട പ്രേമകഥ, സലാല മൊബൈൽസ് ഒക്കെ. പക്ഷെ കമ്മട്ടി പാടത്തിലും പറവയിലും അത് വർക്കായി. അത് ആ ക്യാരക്ടറിന്റെയും ആ കഥയുടെയും ഒരു ഫാക്ടർ കൊണ്ടുകൂടിയാണ്. പക്ഷെ ഇപ്പോഴും ഫാൻസ് ആഗ്രഹിക്കുന്ന പോലെ ഒരു ഫുൾ ഓൺ മാസ് പടം കൊടുക്കാനായിട്ട് ദുൽഖറിനായിട്ടില്ല. അതായത് ഒരു DQ ഷോ എന്ന് പറയാൻ പറ്റുന്ന പോലെ ഒരു പടം. കിങ് ഓഫ് കൊത്ത അതിന് ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആ ഒരു സിനിമ വെച്ചിട്ട് ദുൽഖറിന്റെ മാസ് അപ്പീലിന് ഒരുപാട് ക്രിറ്റിസിസംസ് വന്നിരുന്നു. പക്ഷേ സെക്കൻഡ് ഷോ, കമ്മട്ടിപ്പാടം, സോളോയിലെ ശിവ ക്യാരക്ടറൊക്കെ ദുൽഖറിന്റെ മാസ് അപ്പീൽ യൂസ് ചെയ്ത സിനിമകളായിരുന്നു. ആവേശം പോലെ, പുതിയ മുഖം പോലെ, മാർക്കോ പോലുള്ള പടങ്ങളൊക്കെ ദുൽഖറിനെ കൊണ്ട് കൂട്ടിയാ കൂടുമോ എന്നത് സംശയമാണ്. പക്ഷെ ഉറപ്പായിട്ടും ദുൽഖറിന്റെ ലെവലിൽ നിന്ന് പുള്ളിയുടെ ഫാൻ സപ്പോർട്ടൊക്കെ യൂസ് ആക്കിയിട്ട് ദുൽഖറിന് വേണ്ടി ഒരു ക്യാരക്ടർ എഴുതാനായിട്ട് സാധിക്കും. കിങ് ഓഫ് കൊത്ത അതുപോലൊരു പടമായിരുന്നു. പക്ഷെ ഡയറക്ഷനും സ്ക്രിപ്റ്റും പാടിപ്പോയി. അത് പോയാൽ പിന്നെ എല്ലാം പോയല്ലോ. കുറുപ്പ് എന്ന സിനിമയും അത്യാവശ്യം ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊണ്ടുവന്ന് ഡിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്ത മൂവിയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ നല്ല മാസ് ഡയറക്ടേഴ്സ് ദുൽഖറിന്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടില്ല. അയാളുടെ ഫാൻ പവറും യൂസ് ചെയ്തിട്ടില്ല. ഇനി ആക്ഷൻ മൂവീസ് ദുൽഖറിനെ കൊണ്ട് കൂട്ടിയാ കൂടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണോ അത് ചെയ്യാത്തതെന്ന് അറിഞ്ഞുകൂടാ. ഡെഫിനറ്റ്ലി ഹി ക്യാൻ ബിക്കം എ ഹ്യൂജ് സ്റ്റാർ ഇൻ പാൻ ഇന്ത്യ. ഓൾറെഡി പാൻ ഇന്ത്യൻ ആണ്. പക്ഷെ ഒന്നുകൂടെ ഗ്രാഫ് കയറ്റാനായിട്ട് ആക്ഷൻ മൂവീസ് റെഗുലർ ആയിട്ട് ചെയ്യുന്നത് ഡിക്യൂന് നല്ലതായിരിക്കും. ഒരു പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ആയിട്ട് ദുൽഖർ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ദുൽഖർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലയാളത്തിൽ മാക്സിമം പടങ്ങൾ ചെയ്ത് ആ ഒരു ഫാൻ ബേസും ഫാമിലാരിറ്റിയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. പരസ്യങ്ങളിലും മദർ ലാംഗ്വേജിലും മാത്രം പ്രത്യക്ഷപ്പെടാതെ വർഷത്തിൽ ഒരു മലയാള സിനിമ എങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈസിലി റീപ്ലേസബിൾ ആക്കാനായിട്ട് പിള്ളേര് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ സേഫ് സോൺ പടങ്ങളുടെ ഒപ്പം പക്ക ലൗഡായ കുറച്ച് മാസ് മസാല പടങ്ങൾ കൂടെ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള റീച്ച് ഡബിൾ ലെവലിലാക്കാം. പിന്നെ ദുൽഖറിന്റെ ഒരു ആക്ഷൻ പടം അല്ലെങ്കിൽ ഒരു മാസ് പടം പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ 100 കോടിയിലൊന്നും അത് നിൽക്കില്ലെന്ന് ഉറപ്പാണ്. സോ മലയാളത്തിലേക്ക് മടങ്ങി വരും മകനെ. വാപ്പച്ചിയുടെ ലെഗസി കാത്തു സൂക്ഷിക്കും മകനെ. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയും ദുൽഖർ സൽമാൻ എന്ന നടനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.